അതെ, ഈ മൈക്കോണാവോ? ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, ആ മൈക്ക് വാലേക്കും ശരിയാ, സലാം. കേൾക്കുന്നുണ്ടോ? കേക്കുണ്ട്. ഓക്കെ. ആ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മള് കഴിഞ്ഞ ആഴ്ച ഹാലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹാല് എപ്പോഴും നെക്കിറയായിരിക്കും. അതേപോലെ ഒരു മഅരിഫയുടെ രൂപത്തെ അതെന്താക്കി തരും? വർണ്ണിക്കും. പൂർണ്ണമായ സെന്റൻസിന് ശേഷം ഒരു മഅരിഫയുടെ രൂപത്തെ അതെന്താക്കി തരും? വർണ്ണിച്ചു തരും. ഉദാഹരണം പറഞ്ഞാൽ ജാഅ സൈദുൻ റാകിബൻ മാഷിയൻ മുസിരിഅൻ. ഏതാണ് ഇവിടെ മഅരിഫ എന്ന് പറയുന്നത്? സെയ്ദാണ് മഅരിഫ. അപ്പോ ഹാല് വന്നാൽ എന്ത് വേണം? സാഹിബുൽ ഹാല് വേണം. എന്താ സാഹിബുൽ ഹാല് പറഞ്ഞ? ആർക്കാണോ ഈ ഹാല് വന്നിട്ടുള്ളത് അതിനാണ് അറബിയിൽ എന്തെന്ന് പറയാ? സാഹിബുൽ ഹാൽ. അതൊരു പ്രയോഗമാണ്. സാഹിബുൽ ഹാൽ പറഞ്ഞ ഹാലിന്റെ ഉടമസ്ഥൻ. ഇപ്പൊ ജാഅ സൈദുൻ, സൈദ് വന്നു, റാക്കിബൻ വാഹനക്കാരനായിട്ട്, നടക്കുന്നവനായിട്ട്, വേഗത്തിലായിട്ട്, ഇങ്ങനെ വന്നാൽ ഈ മുസ്ലിയൻ മാഷിയൻ റാക്കിബൻ, ഇതാണ് ഹാല്. ഈ ഹാൽ ആർക്കാ വന്നിക്കണത്? സൈദിന്. അപ്പൊ സൈദിനാണ് അറബിയിൽ എന്ത് എന്ന് പറയാ? സാഹിബുൽ ഹാൽ. മാത്രല്ല ആ സാഹിബുൽ ഹാല് എപ്പോഴും എന്തേക്കാരം? മഅരിഫയ്ക്കാരം. സാഹിബുല്ലാൽ ഒരിക്കലും ഏതാകൂല? നക്കിറ ആവൂല. സാഹിബുല്ലാൽ എപ്പോഴും എന്തേക്കാരം? മഅരിഫ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ചന്റെ ഹാല് മനസ്സിലായി സാർ. ആ അപ്പൊ ഹാല് വന്നാൽ സാഹിബുൽ ഹാല് വേണം. സാഹിബുല്ലാല് മഅരിഫയ്ക്കാരം, ഹാല് നക്കിറയ്ക്കാരം. ഹാല് എന്തേക്കാരം? നക്കിറ. ഇനി സാഹിബുൽ ഹാൽ ഏതൊക്കെ ആകാം? ഫായിലും ആകാം, മഫൂലും ആകാം. സാഹിബുൽ ഹാലായ സാധനം ഏതാകാ? ചിലപ്പോ ഏതാകാ? ഫായിലാകാ, ചിലപ്പോ ഏതാകാ? മഫൂല് ബി ആകാം. ഫായിലും ആകാ, മഫൂല് ബി ആകട്ടോ. പിന്നെ ഇന്ന് പറയാൻ പോണത് തെമ്മീസാണ്. തെമ്മീസിനെ കുറിച്ചൊക്കെ മുമ്പ് പഠിച്ചതാ, ഓർമ്മ ഉണ്ടോ? തെമ്മീസ് എന്ന് പറഞ്ഞാൽ മൻസൂബായിരിക്കും, മുഫ്റദൈക്കാരം, നക്കിറയായിരിക്കും. അതാണ് തെമ്മീസ്. നക്കിറൈക്കാരം, മൻസൂബ് ഇക്കാരം. നക്കിറയായിരിക്കും, മൻസൂബും ആയിരിക്കും. പിന്നെ അധിക തമ്മീസ് ഏതോ ഇക്കാരം? മൻസൂബ ഇക്കാരം.
മുഫ്രദ് മൻസൂബ്. അപ്പൊ തമ്മീസായി വരുന്ന സാധനം 99% എന്തേക്കാരം? മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും, നെക്കിറയായിരിക്കും. അപ്പൊ രണ്ട് വിഷയത്തില് ഹാലും തമ്മീസ് യോജിക്കുന്നുണ്ട്. ഏതിലൊക്കെ? മൻസൂബും നക്കിറയും. അത് രണ്ടിലും ഹാലും സാഹിബ് ഹാലും അതേപോലെ തമ്മീസും അന്ന് തന്നെയാണ്. നോയിക്കോടി. അപ്പൊ തമ്മീസ് പറഞ്ഞാൽ എന്താ? അവ്യക്തമായ ഒരു വസ്തുവിനെ വ്യക്തമാക്കി തരിക. അതാണ് തമ്മീസിന്റെ നിർവചനം. എന്താ നിർവചനം? അവ്യക്തമായ, മുമ്പുള്ള സെന്റൻസിലുള്ള ഒരു അവ്യക്തമായ കാര്യത്തെ തമ്മീസ് പറഞ്ഞാൽ തന്നെ വേർതിരിക്കുക എന്നാ. എന്താ തമ്മീസിന്റെ അർത്ഥം? വേറിരിക്കുക. അതായത് മുമ്പുള്ള സെന്റൻസിൽ ഉണ്ടായിരുന്ന അവ്യക്തതയെ എന്താക്കി തരിക? നീക്കി തരിക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇതിലിതാ പറയുന്നുണ്ട്, ഇംതലഹൽ ഹൗളു, ഹൗള് നിറഞ്ഞു. എന്തിനാൽ നിറഞ്ഞു? പല സാധ്യതയുണ്ട്. കല്ലിട്ട് നിറക്ക, വെള്ളം കൊണ്ട് നിറക്ക, സ്വർണ്ണിട്ട് നിറക്ക, വെള്ളിയിട്ട് നിറക്ക, എന്തുകൊണ്ട് നിറക്ക, പല സാധ്യതകളും ഉണ്ട് അവിടെ. പക്ഷെ മാഅൻ എന്ന തമ്മീസ് വരുന്നതോടുകൂടെ ആ സാധ്യതകളൊക്കെ എന്ത് ചെയ്തു? ഇല്ലാതെയായി. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? തമ്മീസ്, വ്യക്തമാക്കുന്നത്, വ്യതിരക്തമാക്കുന്നത്. പിന്നെ ഈ തമ്മീസ് വരുന്നിടത്തൊരു മിന്നിന്റെ അർത്ഥം ഉണ്ടാവും. എന്തിന്റെ അർത്ഥം? മിന്നിന്റെ അർത്ഥം. തമ്മീസ് വന്ന സ്ഥലത്ത് ഒരു മിന്നിനെ കൊണ്ടുവരാൻ പറ്റണം. ഉദാഹരണം പറഞ്ഞാൽ ഇംതല അൽ ഹൗളു, ഹൗള് നിറഞ്ഞു. എന്തിനാൽ? മിമ്മാഇൻ, എന്തിനാൽ നിറഞ്ഞു? വെള്ളത്താൽ. വെള്ളത്താൽ. അവിടെ ഈ തമ്മീസ് വരുന്ന സ്ഥലത്ത് ഒരു മിന്നും കൂടി വരാൻ പറ്റും. അതതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ തമ്മീസ് മുഫ്രദാണ്, മൻസൂബാണ്, നക്കിറയാണ്. മുഫ്രദാണ്, മൻസൂബാണ്, പിന്നെ എന്തുവാണ്? നക്കിറയാണ്. തമ്മീസ് വരുന്ന സ്ഥലത്ത് ഏത് വരാൻ പറ്റും? വേണം മിന്ന് വരാൻ പറ്റണം. നോയിക്കോളി, ബാബു തമ്മീസി. ഇത് തമ്മീസിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. എന്താണ്? വത്തമ്മീസു, തമ്മീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം വെക്കുന്നത് പോലെ തന്നെ അർത്ഥം വെച്ച് പഠിക്കണം. അങ്ങനെ ഇങ്ങനെ അർത്ഥം വെച്ചിട്ട് കാര്യമല്ല. വത്തമ്മീസു, തമ്മീസ് എന്ന് പറഞ്ഞാൽ ലഫ്ളത്തുൻ നകിറത്തുൻ. എന്താണത്? പറയേ, എന്താ ലഫ്ളത്തുൻ നകിറത്തുൻ? ഒരു പദമാണ്. ലഫ്ളത്ത് പറഞ്ഞ പദം, നക്കിറത്തുൻ പറഞ്ഞ നക്കിറ. അവ നക്കിറയായ ഒരു പദമാണ്. ആ നക്കിറത്തു എന്നുള്ളതിന്റെ തർക്കീബ് എന്തേക്കാരം അവിടെ? തമ്മീസ് ലഫ്ളത്തുൻ പദമാണ്, നക്കിറത്തുൻ നക്കിറയായ പദമാണ്. എന്താ? നേരത്ത് തസ്ലുഹു മഅഹ, ആ നക്കിറയോടൊപ്പം നന്നാകും. മിൻ, ആര് നന്നാകും? മിന്ന് നന്നാവും. എന്ന് പറഞ്ഞാൽ തമ്മീസായ സ്ഥലത്ത് ആര് വരാൻ പറ്റണം? ഒരു ബയാനിയായ മിന്ന് വരാൻ പറ്റണം. ആര് വരാൻ പറ്റണം? മിന്ന് വരാൻ പറ്റണം. എന്താ ഇപ്പൊ പറഞ്ഞത്? തസ്ലുഹു മഅഹ, ആ നക്കിറയോടൊപ്പം നന്നാകും. ആര് നന്നാകും? മിൻ, ആര് നന്നാകും? മിന്ന് നന്നാവും. സലഹ യസ്ലുഹു തസ്ലുഹു. അപ്പൊ തസ്ലുഹു മഅഹ എന്ന് പറഞ്ഞ നക്കിറ. അപ്പൊ തസ്ലുഹു മഅഹ, ആ നക്കിറയോടൊപ്പം നന്നാകും. മിൻ,
ആര് നന്നാകും? മിൻ മിന്ന് നന്നാകും. ആ മിന്നുള്ളിന്റെ തർക്കീബ് അവിടെ എന്താ? ഫായില് തസ്ലുഹു ഫായിലാണ്. തസ്ലുഹുവിന്റെ ഫായിലാ. പിന്നെ തസ്ലു പെണ്ണായത് എന്തിനാണ്? ഈ അറഫിനൊക്കെ പെണ്ണായിട്ടാണ് കൂട്ടണം. അതുകൊണ്ടാണ് തസ്ലു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? യസ്ലുഹു എന്ന് പറഞ്ഞാൽ മതി. ആ പിന്നെ ഈ തമ്മീസ് വരുന്നതാണ് ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ ഒരു സെന്റൻസിന് ശേഷം. തമ്മീസ് എപ്പോഴാ വരിക? പൂർണ്ണമായ ഒരു സെന്റൻസിന്റെ ശേഷം വരിക. ഇടക്കും തലക്കൊന്നും വരൂല. എന്ത് വരൂല? ഇടക്കും തലക്കൊന്നും വരൂല. അപ്പൊ എന്താ അർത്ഥം? ആര് വരും? തെയ്ത്തി അറിയില് വായിലുണ്ട്. ആരാ? തമ്മീസ്. ലഫ്ളത്തുൻ നക്കിറ. ആ നക്കിറയായ പദം വരും ബഅദ കലാമിൻ താമിൻ. എപ്പോഴാ വരിക? പൂർണ്ണമായ ഒരു സെന്റൻസിന് ശേഷം. ആ നക്കിറയായ പദം വരുന്നതാണ് ബഅദ കലാമിൻ താമിൻ. എന്താർത്ഥം? പൂർണ്ണമായ ഒരു സെന്റൻസിന് ശേഷം. പൂർണ്ണമായ ഒരു സെന്റൻസിന് ശേഷം. എന്താ കലാമിൻ താമിൻ എന്നുള്ള താമിന്റെ തർക്കീബ് എന്താ? ശരിയാണ്. എത്തിയാറിന് ഫീലുണ്ട് ഫായിലുണ്ട്. അപ്പൊ ആ നെക്കിറയായ പദം വരും ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ സെന്റൻസിന് ശേഷം. എങ്ങനെയാണ് അത് വരിക? തഫ്സീറൽ മുബ്ഹമി, അവ്യക്തമായതിനെ വിശദീകരിച്ചും കൊണ്ട്. അതാ തഫ്സീറൽ മുബ്ഹമി. എന്തിനാണത് വരുന്നത്? അവ്യക്തമായതിനെ വിശദീകരിക്കാൻ വേണ്ടി. എന്താണ്? നല്ലോണം നോക്കിക്കോളി. ആ നക്കിറയായ പദം വരും ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ ഒരു സെന്റൻസിന്റെ ശേഷം ആര് വരും? ആ നക്കിറയായ പദം വരും. എന്തിനു വേണ്ടി? തഫ്സീറൽ മുബ്ഹമി, അവ്യക്തമായതിനെ വിശദീകരിക്കാൻ വേണ്ടി. അവ്യക്തമായതിനെ എന്താക്കാൻ വേണ്ടി? തഫ്സീർ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാം. എന്താ ഈ തഫ്സീറൽ മുബ്ഹമി? അവ്യക്തമായതിനെ വിശദീകരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിടത്തുള്ള തഫ്സീറ എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? മുളാഫ് മുളാഫിലേയോ ഓക്കെ തന്നെയാണ്. അല്ലാത്ത വേറെ തർക്കീബ് അവിടെ ഉണ്ടാകണം. മിന്ന് വരും ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ സെന്റൻസിന്റെ ശേഷം ആ നക്കിറ വരും. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? തഫ്സീറൽ മുബ്ഹമി, അവ്യക്തമായതിനെ വിശദീകരിക്കാൻ വേണ്ടി. സ്ത്രോവലൊന്നുമല്ല. സ്ത്രോവൽ അവിടെ അന്നവിടെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചന്റെ ഇടയിൽ പഠിച്ച ക്ലാസ്സുകൾ ഓർമ്മ ഉണ്ടെങ്കിൽ അതിപ്പോ കിട്ടണം. നല്ലോണം നോക്കിക്കോളി. ആ പദം വരും, ആ നക്കിറയായ പദം വരും ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ സെന്റൻസിന്റെ ശേഷം. എന്തിനാണ് വരുന്നത്? തഫ്സീറൽ മുബ്ഹമി, അവ്യക്തമായ ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടി. അല്ല, അതൊക്കെ അർത്ഥത്തുമ്പോ തന്നെയാണ് മനസ്സിലാക്കണം. ബിഹിയാണോ പൊഹിയാണോ എന്നൊക്കെ. വിശദീകരിക്കാൻ വേണ്ടി. റീസൺ ആണ്. കറക്റ്റ് ആൻസർ. ജസാക്കല്ലാഹു യാ ബുഷൈർ, ബാറക്കല്ലാഹു ഫീക്, സാറക്കല്ലാഹു ഇൽമ. മഫൂലു ലഹു ആണ്. റീസൺ തന്നെ. മഫൂലു ലഹു പറഞ്ഞ റീസൺ തന്നെ. അതാ തെരുത്തി എന്നുള്ള ഫീലും. തെരുത്തി അറിയില്ല എന്തൊക്കെയുണ്ട്? ഫീലും ഉണ്ട്, ഫായിലും ഉണ്ട്. അതിന്റെ മഫൂലു ലഹു ആണ് ഏത്?
തഫ്സീറൽ മുബ്ഹമി. കണ്ടോ, മഖ്ബൂലിലവും മസ്ദറൈക്കാരൻ ശരിയാണ്. ഫസ്സറ യുഫസ്സിറു തഫ്സീർ. ഫഅല യുഫഇലു തഫ്ഈൽ. വഹുവ ഈ തമ്മീസ് നസ്ബുന്നത് നസ്ബാക്കപ്പെട്ടതാണ്. തമ്മീസിന് എപ്പോഴും ഇറാബ് നസ്ബ. അപ്പൊ പഠിക്ക മുഫ്റദുൻ മൻസൂബുൻ നകിറത്തുൻ. അതാണ് തമ്മീസിന്റെ നിർവചനം. മുഫ്റദുൻ നകിറത്തുൻ, മുഫ്റദുൻ മൻസൂബുൻ നകിറത്തുൻ. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ, ഇംതലഅൽ ഹൗദു, ഹൗദ് നിറഞ്ഞു, മാഅൻ വെള്ളത്താൽ നിറഞ്ഞു. അതാണ് തമ്മീസ്. ഏതാണ് അവിടെ തമ്മീസ്? മാഅൻ. ഇംതലഅ യംതലിഉ, ഇംതലഅ ഫീല് മാദി, അൽ ഹൗദു ഫായില്. മാഅൻ ഇഞ്ഞെന്താ അല്ല അറിയണേ? മാഅൻ വെള്ളത്താ. അതാണ് തമ്മീസ്. അതാ മുഫ്റദാണ്, മൻസൂബാണ്, നക്കിറയാണ്, എല്ലാം ഒത്തും. ഇനി അവിടെ ഏത് വരാൻ പറ്റും വേണം? തമ്മീസുള്ള സ്ഥലത്ത് ഏത് വരാൻ പറ്റണം? മിന്ന് വരാൻ പറ്റണം. അവതും പറയാൻ പറ്റും. നോക്കോളി, വലൗ കുൽ, നീ പറഞ്ഞാൽ, മഅഹു ആ മാഇ എന്നതിന്റെ കൂടെ നീ പറഞ്ഞു, മിൻ എന്തിനെ പറഞ്ഞു? മിന്നിനെ പറഞ്ഞു. വലൗ കുൽത നീ പറഞ്ഞു, മഅഹു ആ മാഇ എന്നതിന്റെ കൂടെ നീ പറഞ്ഞു. എന്തിനെ പറഞ്ഞു? മിന്നിനെ പറഞ്ഞാൽ. അങ്ങനെ കുൽത മിനൽ മാഇ, അങ്ങനെ മിനൽ മാഇ എന്ന് നീ പറയുകയും ചെയ്താൽ, ലസ്വലുഹ അവിടെ അർത്ഥം നന്നാകുന്നതാണ്. എന്താണ്? വലൗ കുൽത നീ പറഞ്ഞാൽ, മഅഹു ആ മാഇ എന്നതിന്റെ കൂടെ നീ പറഞ്ഞു, മിൻ എന്തിനെ പറഞ്ഞു? മിന്നിനെ പറഞ്ഞു. മിന്നിനെ. ആ മിന്നിന്റെ തർക്കീബ് എന്താ? മഫ്ഊലു ബിയാണ്. മിൻ കുൽതന്റെ. അങ്ങനെ കുൽത നീ പറയുകയും ചെയ്താൽ, മിനൽ മാഇ ഇംതലഅൽ മാ, ഇംതലഅൽ ഹൗദു മാ എന്നുള്ളടത്ത് എങ്ങനെ പറഞ്ഞു? ഇംതലഅൽ ഹൗദു മിനൽ മാഇ എന്ന് പറയുകയും ചെയ്താൽ, ലസ്വലുഹ അവിടെ അർത്ഥം നന്നാകുന്നതാണ്. പക്ഷെ അപ്പൊ തമ്മീസാവില്ല കേട്ടോ. മിന്നു വന്നാൽ എന്തല്ല? തമ്മീസാവില്ല. അപ്പൊ പിന്നെ എന്തെന്നെ കാരണം? ആ മിന്നിന്റെ പേര് ബയാനിയായ മിന്ന. ബയാനെ വിശദീകരിക്കണ മിന്ന്. എന്താ വിശദീകരിക്കണേ? ആ ഹൗദ് എന്തുകൊണ്ടാണ് നിറഞ്ഞു എന്നുള്ളത് എന്താക്കുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മിന്നിന് എന്ത് പേര് പറഞ്ഞത്? ബയാനിയായ മിന്ന്. ലസ്വലുഹാന് എന്താ അർത്ഥം? അവിടെ അർത്ഥം എന്താകും? നന്നാകുന്നു. തീർച്ചയായും നന്നാവും. ലസ്വലുഹ അവിടെ ലാമ് ലൗന്റെ ജവാബിൽ വന്നത്. സലുഹാറിന് ഫീലുണ്ട്, ആ സെന്റൻസ് നന്നാവും. ഫീലുണ്ട്, ഫായിലുണ്ട്. അല്ലാഹു തആല അതാ അല്ലാഹ് പറയുന്നു, വസ്തഅല റഅസു ശൈബാ. ഇതൊക്കെ അതതിന്റെ കൂട്ടത്തിൽ എപ്പോഴോ പഠിച്ചു പോയതാ. ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? 11 മുതൽ 99 വരെ അതതിന്റെ കൂടെ തമ്മീസ് ഉണ്ടാകും. തമ്മീസ് മുഫ്രദൈക്കാരം, അതേപോലെ തന്നെ ഏതൈക്കാരം? മൻസൂബൈക്കാരം, നക്കിറൈക്കാരം എന്നൊക്കെ എത്രയോ കൊല്ലം മുമ്പ് പഠിച്ചതാ. പിന്നെ അതൊന്നും കൂടി വായിക്കാന്നുള്ളൂ. അല്ലാഹു തആല അല്ലാഹു പറഞ്ഞു, വസ്തഅല റഅസു ശൈബാ. വസ്തഅല റഅസു തല ജ്വലിച്ചു, ശൈബൻ നരയാൽ എന്ത് ചെയ്തു? പ്രകാശിച്ചു. വസ്തഅല എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു എന്നാ, ജ്വലിച്ചു, പ്രകാശിച്ചു. അപ്പൊ വസ്തഅല റഅസു തല പ്രകാശിച്ചു, ശൈബ എന്തിനാൽ പ്രകാശിച്ചു? എന്തിനാൽ? നരയാൽ. അർത്ഥം നരയാൽ. ഇസ്തഗല ഫീല് മാദി
അർറഅ്സു ഫായില് മർഫൂ ഫായില്, അർറഅ്സു ഫായില്, ഷൈബൻ അതാണ് ഏത്? തമ്മീസ് തമ്മീസ്, അതാണ് തമ്മീസ്. വസ്തഅല അർറഅ്സു ഷൈബാ, അവിടെ കണ്ട, അവിടെ ഇനി ഏത് വരാൻ പറ്റും? മിന്ന് വരാൻ മിൻ പറ്റും. ഷൈബ് ഐ മിനശ് ശൈബി, പക്ഷെ അപ്പൊ എന്തല്ല? തമ്മീസ് അല്ല, ജാർ മജ്റൂറ. പിന്നെ ഇതാ പറയുന്നത്, നമ്മൾ പഠിച്ച തന്നെ പറയണേ, വകദാലിക ഇതേ പ്രകാരം തന്നെയാണ്, കുല്ലുമ ഒന്നെല്ലാം എങ്ങനെ തോന്നിയെത്തിയ ഒന്ന് വരും, ബഅദൽ അദദി ഏതിന്റെ ശേഷം വരിക? അതതിന് ശേഷം. അതതിന് ശേഷം വരുന്നതൊക്കെ തമ്മീസൈക്കാരം. അതാ അതതിന് ശേഷം വരുന്നതൊക്കെ എന്തേക്കാരം? തമ്മീസൈക്കാരം. അതാ വകദാലിക അതേ പ്രകാരം തന്നെയാണ്, കുല്ലുമ ഒന്നെല്ലാം എങ്ങനെ തോന്നിയെത്തിയ ഒന്ന് വരും, ബഅദൽ അദദി ഏതിന്റെ ശേഷം? ഏകദേശം അതതിന് ശേഷം. അപ്പൊ അതതിന് ശേഷം വരുന്നതൊക്കെ തമ്മീസൈക്കാരം. ഏത് മുതൽക്ക്? മിൻ അഹദ അശറ 11 മുതൽക്ക് ഇലാ 99 എത്ര വരെ? 99 വരെ. 11 മുതൽ 99 വരെയുള്ള അതതിന് ശേഷം വരുന്നതൊക്കെ തമ്മീസൈക്കാരം, മുഫ്രദൈക്കാരം, മുദക്കറൈക്കാരം, മൻസൂബൈക്കാരം, നെക്കറയായിരിക്കും. മുഫ്രദൈക്കാരം, മൻസൂബൈക്കാരം, നെക്കിറയായിരിക്കും. അതേപോലെ തന്നെ നെക്കിറയായിരിക്കും. നോയിക്കോളി. അപ്പൊ വകദാലിക അതേ പ്രകാരം തന്നെ, കുല്ലുമ ഒന്നെല്ലാം തമ്മീസാണ്, യഅ്തി ആ ഒന്ന് വരും, ബഅദൽ അദദി അതതിന് ശേഷം. വകദാലിക കുല്ലുമ യഅ്തി ബഅദൽ അദദി എന്നുള്ളതിന്റെ തർക്കീബ് എന്താ വരട്ടെ? വകദാലിക അതേ പ്രകാരം തന്നെ, കുല്ലുമ ഒന്നെല്ലാം എങ്ങനെ തോന്നിയെത്തിയ ഒന്ന് വരും, ബഅദൽ അദദി അതതിന് ശേഷം. എന്താ വകദാലികന്റെ തർക്കീബ്? ജാറ് മജ്റൂർ. പിന്നെ ഓരോ തർക്കീബും കൂടി വേണം അവിടെ. ആ സെന്റൻസ് എന്നാണ് മനസ്സിലാണ്. ഖബർ മുഖദ്ദം. വകദാലിക അതേ പ്രകാരം തന്നെ, കുല്ലുമ ഒന്നെല്ലാം. കുല്ലു എന്നുള്ളത് മുബ്തദാ മുഅഖറാണ്, പ്ലസ് മുളാഫാണ്. മാ മൗസൂലു ആണ്. ഏതുമാണ്? മുളാഫിലൈയാണ്. എങ്ങനെ തോന്നി എഴുത്തിയ ഒന്ന് വരും. എന്തൊക്കെയുണ്ട്? ബഅദൽ അദദി അതതിന് ശേഷം വരും. ഏത് മുതൽക്ക്? മിൻ 11 മുതൽക്ക് ഇലാ 99 വരെ വരുന്നതൊക്കെ ഫഹുവ തമ്മീസുൻ അതൊക്കെ എന്തേക്കാരാം? തമ്മീസാണ്. ഫഹുവ അത് ഏത്? 11 മുതൽക്ക് ഏത് വരെ? 99 വരെ വരുന്ന നൗണുകളൊക്കെ തമ്മീസുൻ അതൊക്കെ എന്താണ്? തമ്മീസാണ്. നഹ്വു ഖൗലിക്കാനിന്റെ വാക്ക് പോലെ, ഇൻദി അഹദ അശറ റജുലൻ വ ഇൻദി ഇഹ്ദ അശ്റത ജാരിയതൻ. ഇന്ദി എന്റെ അടുക്കലുണ്ട്, അഹദ അശറ 11 ആളുണ്ട്. 11 അറിയുമ്പോ എന്തൊക്കെ പല സാധ്യതയുണ്ട്. റജുലൻ ആരാൽ? പുരുഷന്മാരാൽ. അപ്പൊ റജുൽ എന്നുള്ളതാണ് തമ്മീസ്, മൻസൂബാണ്, മുഫ്രദാണ്, നക്രയാണ്. വഇൻദി എന്റെ അടുക്കലുണ്ട് 11 എന്തിനാൽ? ജാരിയത്തൻ വേലക്കാരിയാൽ. വേലക്കാരിയാൽ എത്ര ഉണ്ട്? 11 ഉണ്ട്. അപ്പൊ ജാരിയത്ത് എന്നുള്ളത് തമ്മീസാണ്. ഇന്ത്യ അറിയണം. ഇന്ത്യ ആദാശറ റജുൽ എന്നുള്ള സെന്റൻസിന്റെ തർക്കീബ് എന്താ? ഇന്ത്യ എന്റെ അടുക്കലുണ്ട് അഹദാശറ റജുലൻ പുരുഷനാൽ 11 പുരുഷന്മാരുണ്ട്. എന്താ? മാത്രേ ഉള്ളൂ. മുലാബ്
ആ ഖബർ മുഖദ്ദം പ്ലസ് യാ ഇന്ദക്ക. മുത്തക്കല്ലിം മുലാഫ്. എവിടെ കക്ക അവിടെ മുത്തക്കല്ലിം ഇന്ത്യ. എവിടെ മുലാഫില് ആ ഇന്ത്യന്നാണ്. ആ, ആ ഇന്ത്യയാണ്. അപ്പൊ ശരിയാ, ഞാൻ ഇന്ദക്കാന്നാ കേട്ടത്. യാ മുത്തക്കല്ലിം മുലാഫ്. ളർഫ് മുലാഫ് ഖബർ മുഖദ്ദം യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലൈഹി അഹദ അശറ 11 ഉണ്ട്. എന്താ അശറിന്റെ തർക്കീബ്? മുബ്തദാ മുബ്തദാ മുഅഖർ. മുഅ- ആ എവിടെ റഫായ മുഖറാകുമ്പോ റഫായ വേണം. എവിടെ റഫായ? ആ അബിനിയല്ലേ? മുറക്കബായ അതതുകളൊക്കെ ഏതാണ്? അബിനിയാണ്. മബിനിയാണ്. ഒരു ഇറാബ് എന്ത് ചെയ്യൂല? ഒഴിവാവൂല. വെളിവാവൂല. അതത് എന്നുള്ളതല്ല, റജുൽ എന്നുള്ളതാണ് തമ്മീസ്. വഇന്ദി ഇഹ്ദാ അശറത ജാരിയതൻ, അതന്നെ അതേപോലെ തന്നെ. വനഹു ഖൗലി തആല, അല്ലാഹ് പറഞ്ഞില്ലേ തിസ്ഉ വതിസ്ഊന നഇജാ. ആ എവിടെ തമ്മീസ്? നൈജാന ഒട്ടകം. രാജത്ത് 99 ഒട്ടകത്താൽ എത്ര ഒട്ടകം? 99. 99. അപ്പൊ നഅജത്ത് എന്നുള്ളതാണ് നമ്മി മുഫ്രദാണ്, മൻസൂബാണ്, നക്കിറയാണ്. ആ 11 മുതല് 99 വരെ വരുന്ന അതതുകളുടെ ശേഷം മുഴുവനും ഏതുണ്ടാകണം? തമ്മീസ് ഉണ്ടാകണം. എന്താ തമ്മീസ് പറയാൻ കാരണം? തമ്മീസ് പറഞ്ഞാൽ എന്താ? വ്യക്താക്കാണ്. മുമ്പത്തെ സെന്റൻസിൽ എന്തുണ്ടാകും? ഒരു അവ്യക്തത ഉണ്ടാവും. ആ അവ്യക്തതയെ ആര് നീക്കിത്തരും? ഈ തമ്മീസ് നീക്കിത്തരും. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് പറയാൻ കാരണം? തമ്മീസ്. തമ്മീസ്. ഇപ്പൊ എന്റെ അടുക്കൽ 11 ഉണ്ട്. എന്തൊക്കെ ആകാം? 11 വീടാകാം, 11 വണ്ടിയാകാം, 11 മദ്രസയാകാം, 11 വീടാകാം. അല്ല, റജുലൻ. ആ റജുലൻ വന്നതോടുകൂടെ ആ സാധ്യതകളൊക്കെ എന്ത് ചെയ്തു? ഇല്ലാതെയായി. അതുകൊണ്ടാണ് റജുലൻ എന്നുള്ളതിന് എന്തെന്ന് പറയാൻ കാരണം? തമ്മീസ്. തമ്മീസ് പറയാൻ കാരണം. പിന്നെ ഇതാ പറയണേ, വകദാലിക, അതേ പ്രകാരം തന്നെ തമ്മീസാണ് കുല്ലുമായത്തി ബഅദൽ മംസൂഹ്, അളവിന്റെ ശേഷം വരുന്ന നൗണുകളൊക്കെ തമ്മീസായിരിക്കും. മംസൂഹ് പറഞ്ഞ അളവ്, അളക്കപ്പെട്ടത്. അളക്കപ്പെട്ടതിന് ശേഷം വരുന്നതൊക്കെ ഏതേക്കാരം? ഏതേക്കാരം? തമ്മീസേക്കാരം. മംസൂഹ് പറഞ്ഞ അളക്കപ്പെട്ടത്. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ മാ ഫിസ് സമാഇ, മാ ഫിസ് സമാഇ ഖദറു റാഹത്തിൻ സഹാബ. മാ ഫിസ് സമാഇ, ആകാശത്തിലില്ല, ഖദറു റാഹത്തിൻ, ഒരു വിരൽ വെക്കാനുള്ള ഖദറു പോലുമില്ല. എന്തിനാൽ? സഹാബൻ, എന്തിനാൽ? മേഘത്താൽ. മാഫിസ്സമായി, എന്തിനില്ല? ആകാശത്തിലില്ല. ഇല്ല. എന്തില്ല? ഖദറു റാഹ. റാഹത്തെ നമ്മളെ ഉള്ളം കൈയില്ലേ, ചോറയിച്ചണ ഉള്ളം കൈ, അതിനാണ് റാഹത്ത് അറിയാം. അപ്പൊ ഒരു ഉള്ളം കൈയുടെ അത്ര സ്ഥലമില്ല. എന്തിനാൽ? സഹാബൻ, എന്തിനാൽ? മേഘത്താൽ. മേഘത്താൽ. അവിടെ കണ്ട ഖദറ്, അതന്നെയാണ് ഈ മംസൂഹ് അറിയണത്. അതേപോലെ ബഅദൽ മക്കീരി, അളത്തത്തിന് ശേഷം വരുന്ന നൗണുകളും തമ്മീസായിരിക്കും. എന്തിന്റെ ശേഷം വരിക? അളത്തത്തിന് ശേഷം. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ ഇന്ദി കഫീസാനി ബുർറാ, ഈ കഫീസാനി ബുർറാ. നോക്കോളി, ഇന്ത്യ എന്റെ അടുക്കലുണ്ട്, കഫീസാനി. കഫീസാനി തന്നെ ഒരു തരം അളവാണ് കേട്ടോ.
മെഷർമെന്റ് എന്താണ്? അളവ്. അളവ്. കഫീസ്. ഡ്രസ്സിനെ അളക്കുന്നതിന് കമീസ്. അല്ല, അതല്ല, അത് വേറെ. കഫീസ്. ഒക്കെ ഓരോ അളവുകളാണത്. അത് എങ്ങനെയാണ് ഇപ്പൊ മലയാളത്തില് പറയാൻ എനിക്ക് അറിഞ്ഞില്ല. നോക്കാം. അപ്പോ അളത്തത്തിന് ശേഷം വരുന്ന നൗൺ അതാവ ബഅദൽ മക്കീരി, അളത്തത്തിന് ശേഷം വരുന്നതും തമ്മീസൈക്കാരം. ഏതുപോലെ നഹ്വു ഖൗലിക്കാനിന്റെ വാക്ക് പോലെ ഇന്ത്യന്റെ അടുക്കലുണ്ട് കഫീസാനി, 2 കഫീസ് ഉണ്ട്. എന്തിനാൽ? ബുർറൻ, ഗോതമ്പത്താൽ. എവിടെ തമ്മീസ്? ബുർറൻ. കഫീസാൻ ഒരു തരം അളവാ. വബഅദൽ മൗസൂനി, തൂക്കത്തിന്റെ ശേഷം വരുന്ന നൗണുകളും തമ്മീസൈക്കാരം. മൗസൂനാണേതാ? തൂക്കം. തൂക്കം. മറ്റേതേതാണ്? അളവ്. അളവ്. അളന്നു കൊടുക്കണില്ലേ? അതാണ് മക്കീല്. തൂക്കി കൊടുക്കണില്ലേ? അതാണ് മൗസൂന്. അതാ വബഅദൽ മൗസൂനി, അളക്കപ്പെടുന്ന നൗണിന്റെ ശേഷം വരുന്നതും തമ്മീസായിരിക്കും. നഹ്വു ഖൗലിക്കാനിന്റെ വാക്ക് പോലെ ഇന്ദി മനവാനി സംന, ഇന്ദി എന്റെ അടുക്കലുണ്ട് മനവാനി, 2 മഞ്ഞുണ്ട്. എന്തിനാൽ? സംനൻ, നെയ്യിനാൽ. അത് തൂക്കാണ്. 2 മഞ്ഞ് 1 കിലോത്തിനാണ് 1 മഞ്ഞ് എന്ന് പറയാ. അപ്പൊ 2 മഞ്ഞാണ് എത്രയായി അറബിയില്? 2 മഞ്ഞ് 200 കിലോ. അപ്പൊ അതാ ഇന്ദി എന്റെ അടുക്കലുണ്ട് മനവാനി, 2 മഞ്ഞുണ്ട്. സംനൻ, എന്തിനാൽ? എന്തിനാൽ? നെയ്യിനാൽ. അപ്പൊ എവിടെ തമ്മീസ്? സംനൻ. അപ്പൊ അളവ്, തൂക്കം ഇവകളുടെ ശേഷം വരുന്ന നൗണൊക്കെ എന്തേക്കാരം? തമ്മീസൈക്കാരം. വകദാലിക ബഅദ കഫ വഹസബ സിബ, കഫക്ക് ശേഷവും ഹസബക്ക് ശേഷം വരുന്നതും തമ്മീസൈക്കാരം. കഫ എന്നുള്ള പദത്തിന് ശേഷം ഹസ്ബ് എന്നുള്ള പദത്തിന് ശേഷം വരുന്ന പദങ്ങളൊക്കെ എന്തേക്കാരം? തമ്മീസൈക്കാരം. ഏതിന്റെ ശേഷം? കഫ, ഹസിബ. കഫ എന്നുള്ള പദം. രണ്ടാമത്തത് ഹസ്ബ്, മതി. എന്നാ നോക്കിക്കോളി. വകഫാ ബില്ലാഹി ഷഹീദാ, വകഫാ ബില്ലാഹി, അല്ലാഹു മതി. ഷഹീദൻ, സാക്ഷിയായിട്ട് അല്ലാഹു മതി. സാക്ഷിയായിട്ട് ആര് മതി? അല്ലാഹ് മതി. എവിടെ തമ്മീസ്? ഷഹീദൻ. ഷഹീദൻ. ഈ കഫക്കും അർത്ഥം തന്നെ. അല്ല, കഫ ഫീല് മാദിയാണ്. അല്ല, മറ്റേ അർത്ഥം തന്നെ. അർത്ഥം മദീന തന്നെയാണ് അർത്ഥം. വകഫാ ബില്ലാ, നമ്മളെ പഠിച്ചൊക്കെ കഫന്റെ ഫായിന്റെ ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗിന് എന്തുണ്ടാവൂല? അർത്ഥം ഉണ്ടാവൂല. ശരിക്കാ ഭാഗിനോട് ഒരു അർത്ഥം. എന്താ കഫാ ബില്ലാഹി എന്ന് പറഞ്ഞാ? ആര് മതി? അല്ലാഹ് മതി. ആ കഫല്ലാഹു എന്നുള്ളൂ. പക്ഷെ അതിൽ ഏത് എക്സ്ട്രാ വന്നതാണ്? എക്സ്ട്രാ വന്നതാണ്. അതാ വകഫാ ബില്ലാഹി, അല്ലാഹു മതി. ഷഹീദൻ, സാക്ഷിയായിട്ട്. അതേപോലെ ഹസ്ബുക, നിനക്ക് മതി. ബിഹി, അവൻ. എന്തായിട്ട്? വക്കീല, വരമേൽപ്പിക്കപ്പെടുന്നവനാൽ. ഹസ്ബ് അതവിടെ പറഞ്ഞില്ലേ? കഫാ വ ഹസ്ബു പറഞ്ഞില്ലേ? വഹസ്ബുക എന്താർത്ഥം? നീ മതിയാവും. നിനക്ക് മതി. നിനക്ക് മതി. വക്കീലൻ, ആരാൽ? പരമേൽപ്പിക്കപ്പെട്ടവനാൽ. ആര് മതി? അല്ലാഹു മതി. അപ്പൊ തമ്മീസ് കഴിഞ്ഞു. ഈ തമ്മീസിന്റെ നിർവചനം ചോദിച്ചുമ്പോ അങ്ങനെ തൊള്ളൊളിച്ചിക്കണ്ട. മുഫ്രദൈക്കാരം
മൻസൂബൈക്കാരം നെക്കറയായിരിക്കും. അതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ? ആ തമ്മീസ് വന്ന സ്ഥാനത്ത് ഏത് വരാൻ പറ്റണം? ഒരു ബയാനി, ഒരു മിന്ന് തമ്മീസുള്ള സ്ഥലത്ത് ഏത് വരാൻ പറ്റണം? ഒരു മിന്നുള്ളത് വരാൻ പറ്റണം. വസ്താല റസു ഷൈബാനടുത്ത് എങ്ങനെ പറയാൻ പറ്റും? വസ്താല റസു മിനശ്ശൈബി. ഇപ്പൊ അയദാശറ റജുലൻ, അവിടെ എങ്ങനെ പറയാ? മിൻ റജുലിൻ. എവിടെ തമ്മീസ് വന്നോ അവിടെയൊക്കെ മിന്ന് വരാൻ പറ്റണം. അളത്തത്തിന്റെ ശേഷം, തൂക്കത്തിന് ശേഷം, ഇവകളുടെ ശേഷം വരുന്ന നൗണൊക്കെ എന്തേക്കാരം? തമ്മീസേക്കാരം. നിറഞ്ഞു. മലഅ എന്ന് പറഞ്ഞാൽ നിറച്ചു. ഇംതലഅ എന്ന് പറഞ്ഞാൽ നിറഞ്ഞാലോ പൊട്ടി. കസറ പൊട്ടിച്ചു, ഇൻകസറ പൊട്ടി. അത് പഠിക്കുന്നുണ്ട്. അത് നമ്മളെ ഈ പുസ്തകത്തിന്റെ എന്തിൽ വരും, ഈ ബാബുകളെ കുറിച്ച്. അപ്പൊ ഫാല ഫാലാവുമ്പോ എന്തേക്കാണ് അർത്ഥം? ഫാല തഫാലാവുമ്പോ അതിന്റെ അർത്ഥം എന്താ? തഫാലാവുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇൻഫാലാവുമ്പോ എന്താ അർത്ഥം എന്താ? ഇസ്തഫല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇതൊക്കെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ ഹാലും തമ്മീസൊന്നും വന്നാൽ വെറുതെ തൊള്ളൊളിച്ച് നിൽക്കരുത്, പെട്ടെന്ന് പറയാൻ കഴിയണം. ഹാലിന്നതാണ്. ഹാലും പറഞ്ഞല്ലോ നെക്കറൈക്കാരം, മൻസൂബൈക്കാരം, മൈരിഫക്ക് ശേഷമാണ് വരിക. അതൊരവസ്ഥനെ എന്താക്കും? വ്യക്തമാക്കി തരും. ഇനി പറയാൻ പോണത് ഇസ്തിനാണെന്ന്. കണ്ടോ? എന്താ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്? ബാബുൽ ഇസ്തിനാഇ. ഇസ്തിന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അതൊരു ഞാനൊരു മുഖപുര പറയാണ്, ബാക്കി അടുത്ത ആഴ്ച എടുക്കുള്ളൂ. ഇസ്തിന എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. മുമ്പത്തെ സെന്റൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എന്താക്കുക? ഒഴിവാക്കുക. ഇത് മുമ്പത്തെ സെന്റൻസിൽ നിന്ന് ഈ ഖുർആനായിട്ട് ബന്ധപ്പെട്ട് ഇസ്തിസ്നാന്നൊക്കെ പറയുന്ന അതേ അർത്ഥം തന്നെ. എവിടെ ഇസ്തിസ്ന? അല്ല, ചില ആയത്തുകൾക്ക് തെളിവായിട്ട് ഇസ്തിസ്നായിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു. അത് അതല്ല, അത് വേറെ. ഇത് വേറെ ഇസ്തിസ്ന. ഒരു ഉദാഹരണം പറഞ്ഞാല്, ജാഅൽ ഖൗമു കുല്ലുഹും. നല്ലോണം ശ്രദ്ധിച്ചോളി. ജാഅൽ ഖൗമു കുല്ലുഹും. എന്താ അർത്ഥം? എല്ലാ വിഭാഗവും വന്നു, ആരൊഴികെ? ഇല്ലാ സൈദൻ, ആരൊഴികെ? സയ്യിദ് ഒഴികെ. അപ്പൊ എന്താ അർത്ഥം? ആര് വന്നിട്ടില്ല? സയ്യിദ് വന്നിട്ടില്ല. അതിനാണ് ഇസ്തിന അറിയാം. അവിടെയാണ് ഇല്ല ഹർഫ്. ഇസ്തിന സയ്യിദൻ മുസ്തഫിനാ ബിഹി. ഇനി അവിടെ സയ്യിദ് എന്നാ വായിക്കേണ്ടത്? സയ്യിദൻ എന്നാ വായിക്കേണ്ടത്? സയ്യിദിൻ എന്നാ വായിക്കേണ്ടത് എന്ന് വെച്ചാൽ അത് വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയാണത്. ഒന്ന് മനസ്സിലാക്കുക. ഒരു സെന്റൻസിന്റെ ശേഷം കുറച്ച് വസ്തുക്കളെ ഒഴിവാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇസ്തിസ്ന എന്ന് പറയാ. ഇപ്പൊ ജാഅൽ ഖൗമു, ഖൗമു വന്നു. ഇല്ലാ സയ്യിദൻ, ആരൊഴികെ? സയ്യിദ് ഒഴികെ. ഈ സയ്യിദ് ആരിൽപ്പെട്ട തന്നെയാണ്? ഖൗമിൽപ്പെട്ടതാണ്. അതിനാണ് ഇസ്തിന മുത്തസിൽ എന്ന് പറയാ. മുസ്തഫിന ബിഹി. അങ്ങോട്ടൊന്നും പോട്ടെ. അപ്പൊ എന്താ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഒരു സെന്റൻസിൽ നിന്ന് ഇല്ല കൊണ്ട് ഒഴിവാക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനാണ് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയാ? ഇസ്തിന. ഉദാഹരണം, ജാഅൽ ഖൗമു, ഖൗമു വന്നു.
ആരൊഴികെ ഇല്ലാ സൈദൻ, ആരൊഴികെ ആരൊഴികെ സൈദൊഴികെ. അപ്പൊ ഇല്ല എന്ന് പറയുന്ന അക്ഷരത്തിനാണ് എന്ത് എന്ന് പറയാ? ഇസ്തിസ്ന. സൈദ് എന്നുള്ളതിനാണ് എന്ത് എന്ന് പറയാ? മുസ്തസ്ന ബിഹി. അങ്ങനെ അതാണ് ഇസ്തിസ്ന എന്ന് പറഞ്ഞ പോലെ. ഫസജദൽ മലായികത്തു പറയ്. ഇബ്ലീസ് ഇല്ലാ ഇബ്ലീസ. ഫസജദൽ മലായികത്തു, എല്ലാ മലക്കുകളും എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. ആരൊഴികെ? ഇബ്ലീസ് ഇബ്ലീസ. ആരൊഴികെ? ഇബ്ലീസ് ഒഴികെ. ആ ഇല്ലക്കാണ് ഇസ്തിസ്ന എന്ന് പറയാ. ഇബ്ലീസ എന്നുള്ളതിനാണ് എന്തെന്ന് പറയാ? മുസ്തസ്ന, ഒഴിവാക്കപ്പെട്ടത്. അപ്പൊ അതിന് നസ്ബുൻ ജസ്മൊക്കെ വായിക്കേണ്ട കുറെ അവസ്ഥകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നോക്കാം. അല്ലാഹു ഖൈറാക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മളെ കമ്പ്യൂട്ടർ നന്നാക്കാൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, പേര് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അത് അയാൾക്കൊരു താല്പര്യക്കുറവുണ്ടാവും, വളരെ ആവേശത്തോടു കൂടെ ഇങ്ങോട്ട് ചോദിച്ച് ആ കമ്പ്യൂട്ടർ നന്നാക്കാനുള്ള പൈസ നമ്മൾക്ക് തന്നു. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ നന്നാക്കി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ഹൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അത്ര നല്ല മനസ്സുകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട മനസ്സുകളാണ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും.